ഹരീന്ദ്രൻ പറഞ്ഞത് CPM-ൻ്റെ നയമാണോ നിലപാടാണോ എന്നിവർ വ്യക്തമാക്കണം. സത്യത്തിൽ കേരളത്തിൽ പൊതുവിലും കണ്ണൂർ ജില്ലയിലെ പാനൂർ മേഖലകളിൽ പ്രത്യേകിച്ചും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ആസന്നമായ സമയം മുതൽ ആരംഭിച്ചിട്ടുള്ള ഒരു BJP CPM അവിശുദ്ധ ബാന്ധവത്തിൻ്റെ ഏറ്റവും പുതിയ രൂപത്തിലുള്ള പ്രതികരണമാണ് ശ്രീ ഹരീന്ദ്രനിൽ നിന്ന് വെളിപ്പെട്ടിട്ടുള്ളത്. ഒരു പൊതുയോഗത്തിൽ അദ്ദേഹം അങ്ങനെ പ്രസംഗിക്കുമ്പോൾ അതുമൂലമുണ്ടാകാവുന്ന ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കേരളം, മതനിരപേക്ഷ കേരളം വളരെ ഗൗരവത്തിലെടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. CPM പോലുള്ളൊരു പാർട്ടി എന്നു മുതലാണ് ഇരകളുടെ കൂടെ നിൽക്കുന്നു എന്ന് എല്ലായ്പ്പോഴും പറയുകയും അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്ന് നാട്ടിലുടനീളം പ്രസംഗിച്ച് നടക്കുകയും ചെയ്തിട്ടുള്ള ഒരു പാർട്ടിക്ക് എങ്ങനെയാണ്, പാർട്ടിയുടെ നേതാക്കന്മാർക്ക് എങ്ങനെയാണ് ഈ കേസിൽ ഇരയാക്കപ്പെട്ടത് ഒരു കുട്ടി, മുസ്ലിം പെൺകുട്ടിയാണ് എന്നുള്ളത് കൊണ്ടും അതിൽ പ്രതിയാക്കപ്പെട്ടത് ഒരു ഹൈന്ദവ സഹോദരനാണ് എന്നുള്ളത് കൊണ്ടുമാണ് മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ തികഞ്ഞ ജാഗ്രതയോടുകൂടി നിലകൊണ്ടത് എന്ന് പറയാൻ കഴിയുക എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള ചോദ്യം. ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. CPM നേതാവ് ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗും അതിൻ്റെ അനുബന്ധ സംഘടനകളും പോഷക ഘടകങ്ങളും ഒക്കെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് എടുത്തത് കൊണ്ടാണ് ഈ കേസ് ഇത്ര വരെ എത്തിയത് എന്നും പ്രതി ശിക്ഷിക്കപ്പെട്ടു എന്നതും പറയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, അതിൽ അഭിമാനമുണ്ട്. ഇവിടെ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി ഈ വിധി വന്ന ദിവസം നിങ്ങളുടെ മാധ്യമപ്രവർത്തകരെ കണ്ട് പറഞ്ഞ കാര്യം എന്തായിരുന്നു? ഇക്കാര്യത്തിൽ CPM-നെയും കേരള ഭരണത്തെയും ആഭ്യന്തര വകുപ്പിനെയും ഒക്കെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിച്ചിട്ടുള്ള ആളുകൾക്കുള്ള തിരിച്ചടിയാണ് കോടതി വിധി എന്നാണ്. എന്നാൽ സത്യത്തിൽ CPM-ൽ ഈ വിഷയത്തിൽ ഇതിൻ്റെ തുടക്കം മുതൽ എന്ത് നിലപാടാണ് ഉണ്ടായത് എന്ന് നമ്മൾ കാണണം. 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഈ കോടതി വിധിയുടെ 102-ാമത്തെ പേജിൽ ബഹുമാനപ്പെട്ട ജഡ്ജ് വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. അതിൽ ഈ കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയരാക്കിയിട്ടുള്ള കൗൺസിലർമാരായിട്ടുള്ള ആളുകൾ യുക്തിക്ക് നിരക്കാത്തതും അങ്ങേയറ്റത്തെ റൂഡായിട്ടുള്ളതുമായിട്ടുള്ള ചില ചോദ്യങ്ങൾ ആ കുട്ടിയോട് ചോദിച്ചു എന്നത് സംബന്ധിച്ച് ഒരു പരാമർശമുണ്ടായി. ആ പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ ഉമ്മ ബഹുമാനപ്പെട്ട കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ KK ശൈലജയ്ക്ക് അത് സംബന്ധിച്ചൊരു പരാതി നൽകുകയും ആ പരാതിയുടെ മേൽ അത്തരത്തിൽ കുട്ടിയുടെ മാനസികമായിട്ടുള്ള നില തന്നെ തകരാറാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ചോദ്യങ്ങളുമായി വന്നിട്ടുള്ള കൗൺസിലർമാരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണം, അവർക്കെതിരായി നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീമതി ശൈലജ ടീച്ചർക്കെതിരായിട്ട് ശശീല ടീച്ചറോട് പരാതി ബോധിപ്പിച്ചിട്ടും നാളിതുവരെയായി അവരിപ്പോഴും സർവീസിൽ തുടരുകയാണ്. അത് അങ്ങേയറ്റത്തെ തെറ്റായിട്ടുള്ള നിലപാടാണ് എന്നുള്ളൊരു പരാമർശം ബഹുമാനപ്പെട്ട കോടതി നടത്തിയത് എന്തുകൊണ്ടാണ്? CPM പാർട്ടിയും ആരോഗ്യവകുപ്പ് മന്ത്രിയുമൊക്കെ ഇതിൻ്റെ തുടക്കം മുതലേ ഒളിച്ചു നടത്തിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. സത്യത്തിൽ ഈ MLA-യുടെ ക്യാമ്പ് ഓഫീസിൻ്റെ അന്നത്തെ മന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറുടെ ക്യാമ്പ് ഓഫീസിൻ്റെ 3-4 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ പെൺകുട്ടിയുടെ വീട്. ഈ വിഷയം രംഗത്ത് വന്നിട്ട് കുറേ കാലത്തേക്ക് ഈ പെൺകുട്ടിയുടെ വീട് പോലും ശൈലജ ടീച്ചർ സന്ദർശിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഈ പെൺകുട്ടി പരാതി നൽകാൻ DYSP ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പോലും ശൈലജ ടീച്ചർ ഇതിനെക്കുറിച്ച് ഒരക്ഷരം ഉരിയാടിയിട്ടില്ല. പ്രതിയെ പിടികൂടാത്തതിൻ്റെ പേരിൽ പാനൂർ പോലീസിനെതിരായിട്ട് മുസ്ലിം ലീഗും MSF ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളും അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങളുമായി പോയപ്പോൾ പത്രക്കാരുടെ ഒരു ചോദ്യത്തിന് ശൈലജ ടീച്ചർ അന്ന് പറഞ്ഞൊരു മറുപടി, ഞാൻ കരുതി പ്രതിയെ പിടിച്ചിട്ടുണ്ടാകുമെന്നാണ്. അങ്ങനെ ഈ വിഷയത്തെ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ്
ആരോഗ്യവകുപ്പ് മന്ത്രി അന്ന് നിലപാടുകൾ സ്വീകരിച്ചത്. അതുപോലെ ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ ഈ സ്വന്തം വകുപ്പിലെ കൗൺസിലർമാർ തന്നെ ഈ പെൺകുട്ടിയോട് വളരെ അപമര്യാദയായി പെരുമാറിയിട്ടും അതിനെ കുറിച്ചൊരു പരാതി ലഭിച്ചിട്ടും അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചയും ഈ വിഷയത്തെ മറ്റൊരു തലത്തിലേക്ക് തിരിച്ചുവിടാൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അന്വേഷണ സംഘം 10 വയസ്സുകാരിയുടെ പീഡന പരാതിയായിട്ടും പോക്സോ വകുപ്പ് ഒഴിവാക്കിയിട്ട് ദുർബലമായിട്ടുള്ള ഭാഗികമായിട്ടുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചത്. അതും യഥാസമയം അവർ സമർപ്പിക്കാത്തതിനെതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭങ്ങൾ നടന്ന ഒരു ഘട്ടത്തിൽ